കെ.വി. കണക്ട് എന്ന പേരിൽ പുതിയ കസ്റ്റമർ പ്ലാനുമായി കേരള വിഷൻ. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നടക്കും. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ബിസിനസ് ചർച്ചകളും കൺവെൻഷന്റെ ഭാഗമായി ഉണ്ടാകും. സംസ്ഥാനത്തെ കേബിൾ ടി.വി. സേവന രംഗത്ത് 35 വർഷം പിന്നിടുകയാണ്. 30 ലക്ഷം വരിക്കാരുള്ള കേരള വിഷൻ ഡിജിറ്റൽ ടി.വി. ഇന്ത്യയിലെ ഏറ്റവും വലിയ 5ാമത്തെ സേവനദാതാവാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 12 ലക്ഷം വരിക്കാരുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ സർവീസ് പ്രൊവൈഡറായി തുടരുന്നു. കൂടാതെ കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയായ ടൂറിസം രംഗത്തേക്ക് കൂടി കടന്നുവരാൻ തയ്യാറെടുക്കുകയാണ് കേരള വിഷൻ. COAയുടെ 14ാമത് സംസ്ഥാന കൺവെൻഷന് ഇത്തവണ തിരുവനന്തപുരമാണ് വേദിയാവുക. ഫെബ്രുവരി 5-6 തീയതികളിലായി വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടി നിയമസഭാ സ്പീക്കർ A.N. ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ ആന്റണി രാജു MLA അധ്യക്ഷനാകും. തുടർന്ന് 6-ാം തീയതി കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ.വി. കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ നിർവഹിക്കും. വഴുതക്കാടുള്ള മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് കൺവെൻഷൻ നടക്കുന്നത്. ആ കൺവെൻഷന്റെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറാണ്. 2ാമത്തെ ദിവസത്തെ ചടങ്ങ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. അവിടെ വെച്ച് കേരള വിഷന്റെ പുതിയൊരു പ്രോജക്റ്റ് കെ.വി. കണക്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടൊരു പുതിയൊരു പ്ലാൻ, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. അതേപോലെ തന്നെ ഇത്തവണ കേരള ടെലിവിഷൻ അവാർഡ്, അതിലെ മികച്ച ആങ്കറിനുള്ള അവാർഡ് കിട്ടിയത് കേരള വിഷൻ ന്യൂസിലെ ബനേഷിനാണ്. അദ്ദേഹത്തിനുള്ള പുരസ്കാര വിതരണം അടക്കം ആ ചടങ്ങിലുണ്ടാവും. കൂടാതെ കൺവെൻഷന്റെ ഭാഗമായി ബിസിനസ് ചർച്ചകളും ഉണ്ടാകും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജുകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ ജയകുമാർ, കമാലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു.